കാരണം എല്ലാവരിലും നമ്മൾ കണ്ടത് ഈശ്വരനെയാണ്. മനുഷ്യൻ ഈശ്വരനാണോ എന്നുള്ളതല്ല പ്രശ്നം. മനുഷ്യൻ മാത്രമല്ല, മല പോലും ഈശ്വരനാണ്. മലദൈവം, പുഴദൈവം. ഇപ്പൊ നമ്മൾ പൂർണ്ണ കുംഭമേള നടക്കുന്നു. ആ കുംഭമേളയിൽ എന്താണുള്ളത്? ഒരു പ്രതിഷ്ഠയും അവിടെ ഇല്ല. അവിടെ ഗംഗാമാതാവിൻ്റെ ആ മടിത്തട്ടിൽ പോയി എല്ലാം മറന്ന് മന്ത്രം ജപിച്ച് അതിൽ മുങ്ങിനി വരുമ്പോ ഈ കോടാനുകൂടി ജനങ്ങൾ, 65 കോടിയോളം ജനങ്ങൾ, ഒന്ന് ആലോചിച്ച് നോക്കുക. ഭീമമായ ഒരു ജനസംഖ്യയല്ലേ അവിടെ വന്ന. ആ അമ്മയെ കണ്ട് ആ അമ്മയിൽ മുങ്ങി ലയിച്ച് അവിടെ നിന്ന് എന്തോ സ്വീകരിച്ചു, പോസിറ്റീവ് എനർജി സ്വീകരിച്ചുകൊണ്ട് തിരിച്ചു വരുന്നത് നമ്മളൊക്കെ കണ്ടില്ലേ? അവിടെ ഗംഗ എന്ന് പറയുന്ന മാതാവാണ്, അമ്മയാണ് അവർക്ക്. ഗംഗ വെറും പുഴയല്ല, ഹൈഡ്രജന്റെ ഓക്സിജന്റെ ചേരുവ കൊണ്ടുണ്ടായ വെള്ളമല്ല അവർക്ക്. അത് അമ്മയാണ്, ദേവിയാണ്, ജീവസുറ്റതായ ഒന്നാണ്, അത് വ്യക്തിത്വമുള്ളതാണ്, അതിലൊരു ചൈതന്യമുള്ളതാണ്. ഇങ്ങനെയാണ് നമ്മൾ കണ്ടത്. നമ്മുടെ മാതാ അമൃതാനന്ദമയി ദേവി അമ്മ പറയുമായിരുന്നു, അമ്മയുടെ കുട്ടിക്കാലത്ത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അമ്മയുടെ അമ്മ ദമയന്തി അമ്മ പറയും, മോളെ ആ വെള്ളത്തിൽ പോയി മുങ്ങുമ്പോൾ ആ വെള്ളത്തിൽ ഒരിക്കലും, അവിടെ കായലുണ്ട്, ആ കായൽ നല്ല, ഈ മഴക്കാലത്ത് നല്ല ശുദ്ധജലമായിരിക്കും. കായലിൽ ചിലപ്പോൾ ഉപ്പുവെള്ളം കയറും, പക്ഷേ ആ സമയത്ത് ആരും കുളിക്കാൻ പോയില്ല. നല്ല മഴയൊക്കെ പെയ്ത് നല്ല വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ല ശുദ്ധജലമായിരിക്കും. അപ്പോൾ ആ സമയത്ത് എല്ലാവരും പോയി കുളിക്കും. ആ സമയത്ത് അപ്പോൾ നല്ല തണുപ്പുണ്ടാകും. തണുപ്പ് തട്ടിയാൽ നമുക്കറിയാം മൂത്രം മുട്ടും, മൂത്രം ഒഴിക്കണം തോന്നും അല്ലേ? വെള്ളത്തിൽ മൂത്രം ഒഴിക്കാൻ പാടില്ല, നദിയിൽ മൂത്രമൊഴിക്കാൻ പാടില്ല. മോളെ, നദി ദേവതയാണ്, ദേവിയാണ്, അതിൽ ഒഴിക്കാൻ പാടില്ല. തൊട്ട് നമസ്കരിക്കണം. തുപ്പാൻ പാടില്ല, തുപ്പാൻ പാടില്ല. നമ്മൾ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ആ മൂത്രം പോകുന്ന ആ വെള്ളത്തിൽ കൂടെ പോയി മറ്റവൻ്റെ വായിലേക്കായിരിക്കും പോവുക അല്ലേ? അപ്പം നമ്മുടെ മൂത്രത്തെ കുടിപ്പിക്കാൻ അനുവദിക്കരുത്. അപ്പിയിട്ടാൽ അത് മറ്റവൻ്റെ തലയിലായിരിക്കും പോയി വീഴുക. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. ആ നദിയെ തൊട്ട് നമസ്കരിക്കുന്ന ആ വെള്ളം നമുക്ക് അമ്മയാണ്, ഭൂമി നമുക്ക് അമ്മയാണ്. പുത്രോഹം പൃഥിവ്യാഹ, ഋഗ്വേദത്തില് മാതാ പൃഥ്വി, എൻ്റെ അമ്മയാണ് ഭൂമി. ഇത് മധുഭൂമിയാണ്, നമ്മൾ മരുഭൂമിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മധുഭൂമിയാണ്, മധുവാണ് ഒഴുകുന്നത്, തേനാണ് ഒഴുകുന്നത്. നമ്മളുടെ ധർമ്മം, നമ്മൾ ധർമ്മം അനുസരിച്ച് ജീവിക്കുമ്പോൾ ഇതിലുണ്ടാകുന്നത് തേനാണ്. ആകാശം ശുദ്ധമായിരിക്കും, വായു ശുദ്ധമായിരിക്കും, അഗ്നി ശുദ്ധമായിരിക്കും, ജലം ശുദ്ധമായിരിക്കും, ഭൂമി ശുദ്ധമായിരിക്കും. ഇന്നെല്ലാം അഴുക്ക് നിറഞ്ഞു, കാരണം മനുഷ്യന്റെ മനസ്സ് വിഷം നിറഞ്ഞു. സർവാംഗേ ദുർജനോ വിഷം, ദുർജനങ്ങളുടെ സകല അവയവങ്ങളിലും വിഷമാണ്. അവൻ കൈകൊണ്ട് സ്പർശിച്ചാൽ അത് വിഷമാകും. പണ്ട് കേട്ടിട്ടുണ്ട്, കൈകൊണ്ട് സ്പർശിച്ച് സ്പർശമണി ഒന്ന് സ്പർശിച്ചാൽ അത് രത്നമാകുമെന്ന്. ഇപ്പോൾ മനുഷ്യൻ എന്തെങ്കിലും സ്പർശിച്ചാൽ അത് വിഷമാകും. അവൻ പച്ചക്കറിയിൽ തൊട്ടാൽ പച്ചക്കറി മുഴുവൻ വിഷം, അവൻ ഏത് സാധനത്തിൽ തൊട്ടാലും അതെല്ലാം വിഷം, എല്ലാത്തിലും വിഷം, സകലതിലും വിഷമയമായിരിക്കുകയാണെന്ന്. അവൻ്റെ മനസ്സും അവൻ്റെ ദൃഷ്ടിയും അവൻ്റെ കാഴ്ചപ്പാടും